ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिका कान्त राधा कान्त नमोऽस्तुते। तप्त काञ्चन गौरंगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वञ्चाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ॐ विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीचैतन्यस्य प्रेरणाय तस्य हरे परमात्मने चैतन्यदेवस्य। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 11-ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ശ്ലോകം നമ്പർ 15 വരെയാണ് നോക്കിയത്. 16-ാമത്തെ ശ്ലോകം മുതൽ നോക്കാം. 1, 11, ശ്ലോകം 15, 16, 17 ഒരുമിച്ചാണ്. നിശമ്യ പ്രേഷ്ടം ആയന്തം വസുദേവോ മഹാമനാഃ അക്രൂരശ്ചോഗ്രസേനശ്ച രാമശ്ചാദ്ഭുതവിക്രമഃ പ്രദ്യുമ്നശ്ചാരുദേഷ്ണശ്ച സാംബോ സുതാഃ പ്രഹർഷാവേഗോച്ഛ്വസിതാ ശയനാസനാ ഭോജനാഃ. നിശമ്യ പ്രേഷ്ടം ആയന്തം വസുദേവോ മഹാമനാഃ അക്രൂരശ്ചോഗ്രസേനശ്ച രാമശ്ചാദ്ഭുതവിക്രമഃ പ്രദ്യുമ്നശ്ചാരുദേഷ്ണശ്ച സാംബോ ജാംബവതി സുതഃ പ്രഹർഷാവേഗോച്ഛ്വസിതാ ശയനാസനഭോജനാഃ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഹരേ കൃഷ്ണ. ഓം നമോ വായിക്കട്ടെ.
ഓം നമോ ഭഗവതേ വാസുദേവായ. നിശമ്യ പ്രേഷ്ടമായാന്തം വസുദേവോ മഹാമനാ അക്രൂരച്ചോഗ്രസേന ച രാമശ്ചാദ്ഭുത വിക്രമ പ്രത്യുപ്നച്ചാരുദേഷ്ണ ച സാംബോ ജാംബവതി സുതാ പ്രഹർഷവേഗോ ച ശിതശയനാസന ഭോജന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിശമ്യ പ്രേഷ്ടമായാന്തം വസുദേവോ മഹാമനാഃ അക്രൂരച്ച ഉഗ്രസേന ച രാമ ച അത്ഭുത വിക്രമഃ പ്രദ്യുമ്ന ചാരുദേഷണ ച സാംബോ ജാംബവതി സുതഃ പ്രഹർഷവേഗോ ഉച്ചസിത ശയനാസനാസന ഭോജനഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിശമ്യ പ്രേഷ്ടമായാന്തം വാസുദേവോ മഹാമനഃ അക്രൂരശ്ചോഗ്രസേനശ്ച രാമശ്ചാദ്ഭുത വിക്രമഃ പ്രദ്യുമ്നാശ്ചാരുദേഷ്ണശ്ച സാംബോ ജാംബവതി സുതഃ പ്രഹർഷവേഗോ ഉച്ചസ്ഥിത ശയനാസനാസന ഭോജനാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിശമ്യ പ്രേഷ്ടമായന്തം വാസുദേവോ മഹാമനാഃ അക്രൂരശ്ചോഗ്രസേനശ്ച രാമശ്ചാദ്ഭുത വിക്രമാഃ പ്രദ്യുമ്നാശ്ചാരുദേഷ്ണശ്ച സാംബോ ജാംബവതി സുതാഃ പ്രഹർഷവേഗോച്ച ശിതശയനാസനാസന ഭോജനാഃ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. നിശമ്യ പ്രേഷ്ടമായാന്തം വസുദേവോ മഹാമനഃ അക്കുരശ്ചോഗ്രസേനശ്ച രാമശ്ചാദ്ഭുത വിക്രമഃ പ്രദ്യുമ്നാശ്ചാരുദേഷ്ണശ്ച സാംബോ ജാംബവതി സുതഃ പ്രഹർഷവേഗോച്ഛ്വസിത ശയാനാസനാസന ഭോജനാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. നിശമ്യ പ്രേഷ്ടമായാന്തം വസുദേവോ മഹാമനാഃ അക്രൂരച്ഛോഗ്രസേന ച രാമശ്ചാദ്ഭുത വിക്രമഃ പ്രദ്യുമ്നാചാരുദേഷ്ണ ച സാംബോ ജാംബവതി സുതഃ പ്രഹർഷവേഗോ ഉച്ഛ്വസിത ശയനാസനാസന ഭോജനാഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. നിശമ്യ പ്രേഷ്ടമായാന്തം വസുദേവോ മഹാമനാഃ അക്രൂരശ്ചോഗ്രസേനശ്ച രാമശ്ചാദ്ഭുത വിക്രമഃ പ്രദ്യുമ്നശ്ചാരുദേഷ്ണശ്ച സാംബോ ജാംബവതി സുതഃ പ്രഹർഷവേഗോച്ഛ്വസിത ശയനാസന ഭോജനാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. നിശമ്യ പ്രേഷ്ടമായാന്തം വസുദേവോ മഹാമനാഃ അക്രൂരശ്ചോഗ്രസേനശ്ച രാമശ്ചാദ്ഭുത വിക്രമഃ പ്രദ്യുമ്നശ്ചാരുദേഷ്ണശ്ച സാംബോ ജാംബവതി സുതഃ പ്രഹർഷവേഗോച്ഛ്വസിത ശയനാസന ഭോജനാഃ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഓക്കെ, താങ്ക് യു. വിവർത്തനം, ഭാവാർത്ഥം വലിയ ഭാവാർത്ഥമാണ്, സ്പ്ലിറ്റ് ചെയ്ത് വായിക്കാം. അതേപോലെ തന്നെ ഓരോ പേഴ്സണാലിറ്റീസിനെ കുറിച്ചാണ് പറയുന്നത് ഭാവാർത്ഥത്തിൽ. അപ്പോൾ ഓരോ പേഴ്സണാലിറ്റീനെ കുറിച്ച് വായിച്ചു കഴിഞ്ഞാൽ അവിടെ പോസ് ചെയ്യാം, നമുക്ക് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് അടുത്തത് വായിക്കാം. അങ്ങനെ ഓക്കെ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോ പാരഗ്രാഫ് വായിക്കാം. അപ്പോൾ ആദ്യത്തെ ആള് വിവർത്തനവും ഫസ്റ്റ് പാരഗ്രാഫും ഒരുമിച്ച് വായിക്കാം. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഏറ്റവും പ്രിയപ്പെട്ട കൃഷ്ണൻ ദ്വാരകാധാമത്തിൽ ആഗതനാകുന്നുവെന്ന് ശ്രവിച്ച് മഹാനുഭാവനായ വസുദേവരും അക്രൂരരും ഉഗ്രസേനനും അതിമാനുഷികമായി ശക്തിമാനായ ബലരാമനും പ്രത്യുപ്നനും ചാരുദേഷ്ണനും ജാംബവതി സുതനായ സാംബനും അതിയായി സന്തോഷിക്കുകയും വിശ്രമവും ഇരിപ്പിടവും ഭക്ഷണവുമൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്തു. ഭാവാർത്ഥം. വസുദേവർ ശൂരസേന രാജാവിന്റെ പുത്രനും ദേവകിയുടെ പതിയും ശ്രീകൃഷ്ണ ഭഗവാന്റെ പിതാവുമാകുന്നു. അദ്ദേഹം കുന്തി ദേവിയുടെ ഭ്രാതാവും സുഭദ്രയുടെ പിതാവുമാകുന്നു. സുഭദ്ര തന്റെ പിതൃ സഹോദരിയുടെ പുത്രനായ അർജുനനെയാണ് വിവാഹം ചെയ്തത്. ഭാരതത്തിന്റെ ചില സ്ഥലങ്ങളിൽ ഈ സമ്പ്രദായം ഇന്നും നിലവിലുണ്ട്. ഉഗ്രസേനന്റെ മന്ത്രിയായി നിയമിതനായ വസുദേവർ പിന്നീട് ഉഗ്രസേനന്റെ
സഹോദരനായ ദേവകന്റെ 8 പുത്രിമാരെ വിവാഹം ചെയ്തു. ദേവകി അവരിൽ ഒരുവളായിരുന്നു. വസുദേവരുടെ സ്വാലനായിരുന്നു കംസൻ. ദേവകിയുടെ 8ാമത്തെ പുത്രനെ കംസന് നൽകിക്കൊള്ളാമെന്ന വ്യവസ്ഥയിൽ കംസനാൽ നൽകപ്പെട്ട കാരാഗ്രഹവാസം വസുദേവർ സ്വമേധയാ സ്വീകരിച്ചു. കൃഷ്ണന്റെ ഇച്ഛയാൽ ഇത് നിഷ്ഫലമാക്കപ്പെട്ടു. പാണ്ഡവരുടെ അമ്മാവനാകയാൽ അദ്ദേഹം പാണ്ഡവരുടെ സംസ്കാര പ്രക്രിയകളിൽ സജീവ പങ്കാളിത്തം വഹിച്ചു. അദ്ദേഹം കശ്യപ മഹർഷിയെ ശതശൃംഗ പർവ്വതത്തിലേക്ക് പുരോഹിതനായി അയച്ച് ചടങ്ങുകൾ നിർവഹിച്ചു. കംസന്റെ കാരാഗ്രഹത്തിൽ കൃഷ്ണൻ ആവിർഭവിച്ചപ്പോൾ ഗോകുലത്തിലെ കൃഷ്ണന്റെ വളർത്തച്ഛനായ നന്ദമഹാരാജാവിന്റെ ഭവനത്തിലേക്ക് വസുദേവരാൽ മാറ്റപ്പെട്ടു. വസുദേവരുടെ തിരോധാനത്തിനു മുമ്പ് ബലദേവനോടൊപ്പം തിരോധാനം ചെയ്തു. വസുദേവരുടെ തിരോഭാവശേഷം മരണാന്തര കർമ്മത്തിന്റെ ചുമതല വസുദേവരുടെ ഭാഗിനേയനായ അർജുനൻ ഏറ്റെടുത്തു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. സോ ഇവിടെ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടത് എന്താണ്? ഭഗവാൻ കൃഷ്ണൻ ഹസ്തിനാപുരത്തിലേക്ക് ദ്വാരകയിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ, അതായത് അവർ ചെയ്തിട്ടുള്ള ഡെക്കറേഷൻസിനെ കുറിച്ചാണ് നമ്മൾ കണ്ടത്. 11ാമത്തെ ശ്ലോകം മുതൽ 15ാമത്തെ ശ്ലോകം വരെ കണ്ടത്. ദ്വാരകാവാസികൾ എങ്ങനെയാണ് ദ്വാരകപുരി ഡെക്കറേറ്റ് ചെയ്തത് ഭഗവാൻ കൃഷ്ണന്റെ ആ ഒരു വരവ് പ്രമാണിച്ച്. അതിനു മുമ്പ് നമ്മൾ കണ്ടു ഭഗവാൻ കൃഷ്ണന് പലവരും അല്ലെങ്കിൽ അവിടെയുള്ള എല്ലാവരും തന്നെ പല പല ഗിഫ്റ്റുകൾ കൊടുക്കുന്നത്, പിന്നെ അതേപോലെ തന്നെ ഭഗവാനെ സ്തുതിക്കുന്നതും കണ്ടു അല്ലെ. അതിനുശേഷമാണ് ഡെക്കറേഷനെ കുറിച്ച് പറഞ്ഞത്. ഇവിടെ 16ാമത്തെ ശ്ലോകം മുതൽ 23ാമത്തെ ശ്ലോകം വരെ പറയുവാണെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ അവരോട് തിരിച്ച് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്. ഇത്രയും നല്ല രീതിയിൽ അവരെല്ലാവരും ഭഗവാൻ കൃഷ്ണനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അതിമനോഹരമായിട്ടുള്ള രീതിയിൽ ദ്വാരകാപുരി മുഴുവനും ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ എല്ലാവരും ഭഗവാനെ കൃഷ്ണനെ സ്തുതിക്കുന്നു അല്ലെ. അതിനുശേഷം നമ്മൾ കണ്ടു ഇനി കൃഷ്ണൻ അത് എങ്ങനെയാണ് അത് അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ കുറച്ച് ശ്ലോകങ്ങളിലായിട്ട് 23ാമത്തെ ശ്ലോകം വരെ നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ കാണാം, കൃഷ്ണന്റെ വരവ് കേട്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ദ്വാരകധാമത്തിലുള്ള എല്ലാവരും വസുദേവരും അക്രൂരര്, ഉഗ്രസേനൻ, ബലരാമൻ, പ്രദ്യുമ്നൻ, പിന്നെ ചാരുദേഷ്ണ, സാംബ, ജാംബോദിയുടെ മകൻ, അങ്ങനെ ഇവിടെ എല്ലാവരെയും കുറിച്ച് ഇവിടെ എടുത്തു പറയുന്നു. അങ്ങനെ എല്ലാവരും ഒരുപാട് സന്തോഷമായവർക്ക്, കാര്യം ഒരുപാട് കാലത്തിന് ശേഷമാണ് കൃഷ്ണനെ കാണാൻ പറ്റുന്നത്. അങ്ങനെ ഭഗവാൻ കൃഷ്ണന്റെ വരവ് കേട്ടപ്പോൾ ഇവരെല്ലാവരും ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റു. അവർക്ക് വിശ്രമിക്കുന്നവർ ഇതിൽ ഉണ്ടായിരുന്നെങ്കിൽ വിശ്രമിക്കുന്നവർ വിശ്രമം നിർത്തി, ഇരിക്കുന്നവർ എഴുന്നേറ്റു, കഴിച്ചുകൊണ്ടിരിക്കുന്നവര് കഴിക്കല് പകുതിയായിട്ട് നിർത്തി. കാര്യം എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി ഇവരെല്ലാവരും തയ്യാറാവുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ള ഓരോ വ്യക്തികളെയും കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത്. ഇതിൽ ആദ്യം വരുന്നത് വസുദേവരെ കുറിച്ചാണ്. നമുക്ക് കൂടുതലൊന്നും ഇതിൽ പറയാനില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം വസുദേവർ ആരാണ് എന്നുള്ളത്. സുരസേനന്റെ മകൻ, അതേപോലെ തന്നെ കൃഷ്ണന്റെ അച്ഛൻ, ദേവികറാണിയുടെ ഭർത്താവ്, കുന്തി ദേവിയുടെ സഹോദരൻ അല്ലെ. ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. മകളാണ് സുഭദ്രാദേവി വിവാഹം കഴിക്കുന്നത് അർജുനനാണ്. അപ്പൊ അതിനെക്കുറിച്ചും ഇവിടെ പറയുന്നു. പിന്നെ എങ്ങനെയാണോ കൃഷ്ണനെ മഥുരയിൽ നിന്ന് നന്ദമഹാരാജന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്, വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യവും ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ വസുദേവര് ഇവിടെ പറയുന്ന ഭഗവാൻ കൃഷ്ണനും ബലരാമനും വസുദേവരുടെ തിരുഭാവത്തിന് മുമ്പ് തന്നെ അവര് പോയിരുന്നു എന്നാണ് പറയുന്നത്. ലീല അവസാനിപ്പിച്ചു പോയി. അതേപോലെ വസുദേവരുടെ തിരുഭാവത്തില് ബാക്കിയുള്ള ശ്രാദ്ധ കർമ്മങ്ങളൊക്കെ ചെയ്തത് അർജുനനാണ്. ഇതാണ് പറയുന്നത്. അതും കൂടെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ശ്രീല പ്രഭുപാദി. ഓക്കെ, അപ്പൊ അടുത്ത ആൾക്ക് അക്രൂറിനെ കുറിച്ച് വായിച്ചോളൂ. ഹരേ കൃഷ്ണ.
ഓം നമോ ഭഗവതേ വാസുദേവായ. വായിച്ചിട്ടെ പ്രഭു. വായിക്കും. ഓം നമോ ശ്രീല പ്രഭുപാദ് കി ജയ്. അക്രൂരൻ വിഷ്ണുവംശത്തിന്റെ സേനാധിപതിയും ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹാഭക്തനുമാകുന്നു അക്രൂരൻ. പ്രാർത്ഥന എന്ന ഒരേ ഒരു പ്രക്രിയ കൊണ്ട് മാത്രം ഭക്തിയുത സേവനത്തിൽ വിജയം വരിച്ചയാളാണ് അക്രൂരൻ. അദ്ദേഹം അഹൂകന്റെ പുത്രിയായ സൂനതിയുടെ ഭർത്താവായിരുന്നു. കൃഷ്ണ ഭഗവാന്റെ ആഗ്രഹപ്രകാരം അർജുനൻ സുഭദ്രയെ ബലാത്കാരമായി കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം അർജുനന്റെ പ്രവൃത്തിയെ ന്യായീകരിച്ചു. വിജയപ്രദമായ സുഭദ്രാപഹരണത്തിന് ശേഷം ശ്രീകൃഷ്ണനും അക്രൂരനും അർജുനെ സന്ദർശിക്കുകയും ഇരുവരും അർജുനന് ധാരാളം സ്ത്രീധനം നൽകുകയും ചെയ്തു. പരീക്ഷിത് മഹാരാജാവിന്റെ മാതാവായ ഉത്തരയെ സുഭദ്രാസുതനായ അഭിമന്യു വിവാഹം ചെയ്യുമ്പോഴും അക്രൂരൻ സന്നിഹിതനായിരുന്നു. പരീക്ഷിത് രാജാവ് ഉത്തരയുടെയും അഭിമന്യുവിന്റെയും പുത്രൻ. ഭാര്യാപിതാവായ അഹൂകനുമായി അക്രൂരൻ നല്ല ബന്ധത്തിലല്ലായിരുന്നു. എന്നാൽ ഇരുവരും ഭഗവത് ഭക്തരായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അക്രൂരനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അക്രൂരൻ ഭഗവാൻ കൃഷ്ണന്റെ വലിയൊരു ഭക്തനാണ്. ശരിക്കും വലിയൊരു ഭക്തനാണ് അദ്ദേഹം. കൃഷ്ണനെ മധുരയിലേക്ക് കൊണ്ടുപോകാൻ ഒരു നിമിത്തമായെന്ന് മാത്രം. അദ്ദേഹത്തിന്റെ ഉദ്ദേശം കംസന്റെ അദ്ദേഹത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. വസുദേവരുടെ അക്രൂരന്റെ എൻട്രി കൃഷ്ണനെയും ബലരാമനെയും കൊണ്ടുപോകാൻ വേണ്ടി വൃന്ദാവനത്തിലേക്ക് വരുന്ന സമയത്ത് ഉള്ള ആ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ശ്രീമദ് ഭാഗവതത്തില്, ദശമസ്കന്ധത്തില്. അതിമനോഹരമാണ് എങ്ങനെയാണ് അക്രൂരൻ വൃന്ദാവനത്തിലേക്ക് പ്രവേശിച്ചത് എന്നുള്ളത്. അദ്ദേഹം വൃന്ദാവനത്തിന്റെ ബൗണ്ടറിയിൽ എത്തിയപ്പോൾ തന്നെ രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങി അവിടെയെല്ലാം നമസ്കരിച്ച് കൃഷ്ണന്റെയും ബലരാമന്റെയും തൃപ്പാദങ്ങളുടെ ചിഹ്നങ്ങൾ കണ്ട് ഓരോ സ്ഥലത്തും നമസ്കരിച്ച് അവിടുത്തെ ധൂളിയെടുത്ത് ശരീരത്തിൽ തേക്കുമായിരുന്നു. അതിമനോഹരമായിട്ടുള്ള ഒരു ഭാഗമാണ് ശരിക്കും ഭാഗവത്തിലെ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അക്രൂരന് എത്രമാത്രം സ്നേഹം ഉണ്ടായിരുന്നു കൃഷ്ണനോട് എന്നുള്ളത്. അപ്പൊ കംസൻ അക്രൂരനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് കൃഷ്ണനെയും ബലരാമനെയും മഥുരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. കാര്യം അക്രൂരൻ പറഞ്ഞു കഴിഞ്ഞാൽ അക്രൂരനെ എല്ലാവർക്കും ഇഷ്ടമാണ്. അക്രൂരൻ ശ്രീകൃഷ്ണ ഭഗവാനും ബലരാമനും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പോയി വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവര് വരും. അതേപോലെ തന്നെ നന്ദമഹാരാജനും യശോദാമ്മയ്ക്കും കൃഷ്ണനെയും ബലരാമനെയും വിടാനുള്ള വിഷമം ഉണ്ടാവില്ല അക്രൂരനാണെങ്കിൽ എന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ അക്രൂരന് അറിയാമായിരുന്നു കംസന്റെ ഉദ്ദേശം. കംസൻ നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ടല്ല ഇവരെ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നതെന്ന് അറിയാം. എന്നാലും അക്രൂരൻ അങ്ങനെയുള്ള മോശമായിട്ടുള്ള ഒരു കാര്യത്തിനാണ് വിളിക്കുന്നത് എന്നുണ്ടെങ്കിലും അക്രൂരന്റെ മനോഭാവം നോക്കണം. അദ്ദേഹം വിചാരിച്ചു ഇത് എനിക്ക് കൃഷ്ണനെയും ബലരാമനെയും കാണാനുള്ള ഒരു മഹാ അവസരമാണ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കൃഷ്ണനെയും ബലരാമനെയും കാണുവാനും വൃന്ദാവനത്തിലേക്ക് പോവാനും വ്രജവാസികളെ കാണുവാനും അവരുടെ കൂടെ കുറെ സമയം ചെലവഴിക്കാനും തിരിച്ച് അദ്ദേഹത്തിന്റെ രഥത്തിൽ കൃഷ്ണന്റെയും ബലരാമന്റെയും ഡ്രൈവറായിട്ട് കൊണ്ടുവരാമെന്നും. ഇതിനും വലിയ സൗഭാഗ്യം എന്താണ്? അപ്പൊ അക്രൂരൻ എന്തിനാണോ കംസൻ വിളിക്കുന്നത് എന്നുള്ളത് നോക്കിയില്ല. അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഒരു സേവനം, ഭഗവത് സേവനം അദ്ദേഹം ചെയ്തു. ഭഗവാന്റെ കൂടെ ഇരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ അദ്ദേഹം അത് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം അദ്ദേഹത്തെ ഒരുപാട് പ്രകീർത്തിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്, ശ്രീമദ് ഭാഗവതത്തിലും മറ്റുള്ള ശാസ്ത്രങ്ങളിലൊക്കെ. പിന്നെ നമ്മൾ പറയുന്ന നവവിധ ഭക്തി, ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, അതിലെ ഒരു പ്രോസസ്സിന്റെ മാസ്റ്റർ ആയിട്ട് പറയുന്നത് അക്രൂരനെയാണ്. ആരെങ്കിലും ഇവിടെ ഉള്ളവരെ ഓരോ വ്യക്തികളെ കുറിച്ച് അല്ലെങ്കിൽ ഓരോ ഭക്തിയുത സേവനങ്ങളിലെ ഓരോ അംഗങ്ങളും അതിന്റെ ആരാണോ കറസ്പോണ്ടിങ് അതിന്റെ മാസ്റ്റർ എന്നുള്ളത് പറയാൻ പറ്റുമോ? ശ്രവണം പരീക്ഷിത്ത് മഹാരാജാവ് അല്ലേ? ശ്രവണം. ഓക്കെ. കീർത്തനം സുഖദേവ മഹർഷി. ശ്രവണം, കീർത്തനം. ഓക്കെ. പിന്നെ സ്മരണം പ്രഹ്ലാദ് മഹാരാജ്. ഓക്കെ. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം ലക്ഷ്മി ദേവി. ഹരേ കൃഷ്ണ പ്രഭു. അർച്ചനം അക്രൂരൻ.
യെസ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രവണ പരീക്ഷിത്ത്, കീർത്തനം ശുഗഗോസ്വാമി, അത് പറഞ്ഞു. സ്മരണം മഹാരാജ്, പാദസേവനം ലക്ഷ്മീദേവി, അത് പറഞ്ഞു. അർച്ചനം പൃഥു മഹാരാജ്, അർച്ചനം പൃഥു മഹാരാജ്. ഓക്കെ. ദാസ്യം ഹനുമാൻ, സാഖ്യം അർജുനൻ, ആത്മനിവേദനം ബലി മഹാരാജ്. വെരി ഗുഡ്. യെസ്. ഇത് മറക്കരുത്. ഇത് എല്ലാവർക്കും എപ്പോഴും പൃഥു മഹാരാജിനെയും അക്രൂരിനെയും തെറ്റിപ്പോരുത്. വന്ദനവും അർച്ചനവും തമ്മിലുള്ള കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ ഇപ്പൊ പറഞ്ഞ പോലെ അർച്ചനം, വന്ദനം. അർച്ചനമാണ് പൃഥു മഹാരാജ്, വന്ദനം അക്രൂരര്. അതാണ് ഇവിടെ പറയുന്നത് ഈ ശ്ലോകത്തിൽ. ഈ ഭാവാർത്ഥത്തിൽ തന്നെ പറയുന്നു ശീല പ്രഭുജി. അതായത് വന്ദനം എന്ന് പറയുന്ന ആ ഒരു ഡിവോഷണൽ സർവീസിന് അല്ലെങ്കിൽ ഭക്തി സേവനങ്ങളിലെ ഒരു അംഗമായിട്ടുള്ള വന്ദനം, വൺ ഓഫ് ദ നവവിധ ഭക്തിയിലെ ഒരു അംഗമാണ്. അപ്പോൾ ആ വന്ദനം മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ എല്ലാവിധ സക്സസും നേടിയ വ്യക്തിയാണ് അക്രൂർ എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ അക്രൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ശില പ്രഭുജി പറയുന്നു, സുഭദ്രാദേവിയുടെയും അർജുനന്റെയും വിവാഹത്തില് അദ്ദേഹം സപ്പോർട്ട് ചെയ്തിരുന്നു. നമുക്കറിയാം സുഭദ്രാദേവി എങ്ങനെയാണ് അർജുനൻ കൊണ്ടുവന്നതെന്നുള്ളത്. ദുര്യോധനനെ വെട്ടിച്ചുകൊണ്ട് ബലരാമനും അത് കൃഷ്ണനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഈ കാര്യത്തില്. കാര്യം കൃഷ്ണൻ അർജുനനെ മാത്രം, അതായത് വേറെ ആരും അറിയാതെ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. കൃഷ്ണന്റെ സമ്മതം ഉണ്ടായിരുന്നു. കൃഷ്ണൻ പറയുന്ന അനുസരിച്ച് അർജുനൻ ചെയ്തു. ബലരാമന്റെ പോലും ഒരു സാങ്ഷൻ ഇല്ലാതെയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് പക്ഷെ ആ സമയത്ത് അക്രൂരൻ സപ്പോർട്ട് ചെയ്തിരുന്നു ഇവരുടെ വിവാഹത്തിൽ. അതേപോലെ തന്നെ പിന്നീട് പറയുന്നു അക്രൂരരുണ്ടായിരുന്നു അഭിമന്യുവും ഉത്തരാദേവി വിവാഹം കഴിക്കുന്ന സമയത്ത്. ഉത്തരാദേവിക്കും അഭിമന്യുവിനും ഉണ്ടാവുന്നതാണ് പരീക്ഷിത്ത് മഹാരാജാവ് പിന്നീട്. അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ അക്രൂരനെ കുറിച്ച് പറയുമ്പോൾ ശില പ്രഭുജി ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ അടുത്ത ആൾക്ക് വായിക്കാം. ഉഗ്രസേനൻ. ഹരേ കൃഷ്ണ. ഉഗ്രസേനൻ വൃഷ്ണി വംശത്തിലെ പ്രബല രാജാക്കന്മാരിൽ ഒരാളും മഹാരാജാവ് കുന്തിഭോജന്റെ മാതുലപുത്രനുമായിരുന്നു ഉഗ്രസേനൻ. അദ്ദേഹത്തിന്റെ മറ്റൊരു നാമം അഹോകൻ എന്നാകുന്നു. വസുദേവർ അദ്ദേഹത്തിന്റെ മന്ത്രിയും കംസൻ പുത്രനുമാകുന്നു. കംസൻ തന്റെ പിതാവിനെ കാരാഗൃഹത്തിൽ അടയ്ക്കുകയും മധുരയുടെ രാജാവായി സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തു. കൃഷ്ണ ഭഗവാന്റെയും അദ്ദേഹത്തിന്റെ ഭ്രാതാവായ ബലദേവന്റെയും കൃപയാൽ കംസൻ വധിക്കപ്പെടുകയും ഉഗ്രസേനൻ സിംഹാസനത്തിൽ പുനരവരോധിക്കപ്പെടുകയും ചെയ്തു. ദ്വാരകാപുരിയെ സാൽവർ ആക്രമിച്ചപ്പോൾ ഉഗ്രസേനൻ ധീരമായി പോരാടുകയും ശത്രുക്കളെ തുരത്തുകയും ചെയ്തു. ഉഗ്രസേനൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവ്യത്വത്തെ സംബന്ധിച്ച് നാരദനോട് ആരായുകയുണ്ടായി. സാമ്പൻ പ്രസവിച്ച ഇരുമ്പ് പിണ്ടത്താൽ യദുവംശം സമൂലം നശിപ്പിക്കപ്പെടുമെന്ന് അറിയുകയാൽ ആ ഇരുമ്പ് പിണ്ടത്തെ ഉഗ്രസേനന്റെ നിരീക്ഷണത്തിൽ ഏൽപ്പിക്കപ്പെട്ടു. അദ്ദേഹം ആ ഇരുമ്പ് പിണ്ടത്തെ പൊടിച്ച് കുഴമ്പ് രൂപത്തിലാക്കി ദ്വാരകാ തീരത്തെ സമുദ്രത്തിൽ ലയിപ്പിച്ചു. അതിനുശേഷം ദ്വാരകാ നഗരത്തിലും രാജ്യത്തിലും അദ്ദേഹം പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തി. മരണാനന്തരം അദ്ദേഹത്തിന് മുക്തി ലഭിച്ചു. ഹരേ കൃഷ്ണ. ഉഗ്രസേനെ കുറിച്ച് ഇവിടെ പറയുന്നത് വൃഷ്ണി ഡൈനാസ്റ്റിയിൽ വരുന്നതാണ്. കുന്തി ഭോജൻ മഹാരാജന്റെ ബന്ധുവാണ് ഉഗ്രസേനൻ. അദ്ദേഹത്തിന്റെ മിനിസ്റ്റർ ആയിരുന്നു വസുദേവര്. പിന്നെ നമുക്കറിയാം കംസനെ പോലുള്ള ഒരു മകനുണ്ട്. എന്നാലും ഉഗ്രസേനൻ അദ്ദേഹം നല്ലൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് പിന്നീട് നമ്മൾ കാണുന്നു കംസൻ മരിക്കുന്നതിന് ശേഷം ഉഗ്രസേനനെയാണ് ആ രാജ്യം ഏൽപ്പിക്കുന്നത് വസുദേവര്. അത് നമ്മൾ കാണുന്നുണ്ട്. വേറെ ആർക്കും കൊടുക്കാതെ ഉഗ്രസേനനായിരുന്നു. കാര്യം സീനിയോറിറ്റി നോക്കുമ്പോൾ അദ്ദേഹമായിരുന്നു അതിന് പ്രാപ്തൻ. പിന്നീട് വേറെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഉഗ്രസേനനെ പറയുമ്പോൾ ഇവിടെ കൃഷ്ണന്റെ തിരോഭാവമായിട്ട് സംബന്ധിച്ച ആ ഒരു കാര്യത്തില്, ആ ഒരു ലീലയില്, ഭഗവാന്റെ തിരോഭാവ ലീലയിൽ അവിടെയും ഉഗ്രസേനൻ, നമുക്കറിയാം ആ സാമ്പൻ നാരദ മുനിയുടെ അടുത്തും അല്ലെങ്കിൽ മറ്റുള്ള മുനിവര്യന്മാരെയും കളിയാക്കി അല്ലെങ്കിൽ അവരെ പറ്റിക്കുന്ന സമയത്ത്
അതിനുശേഷം പിന്നീടാണ് നമുക്കറിയാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അത് ഇവരെല്ലാവരും കൂടിയിട്ട് അത് ശാപം കിട്ടിയതിന് ശേഷം ഇരുമ്പ് കഷ്ണം പൊടിച്ച് കളയുന്നു അല്ലെ. പിന്നീട് അതൊരു വേട്ടക്കാരൻ എടുക്കുന്നു. അദ്ദേഹം അത് ആയുധമായിട്ട് എടുത്ത് പിന്നീടാണ് കൃഷ്ണന്റെ തിരോഭാവം നടക്കുന്നത് അല്ലെ. നമ്മളിത് കേട്ടിട്ടുള്ള ഒരു ലീലയാണ്. അപ്പോൾ ഇത് ആ ഒരു ലീലയിലും ഉഗ്രസേനന്റെ ഒരു പ്രസൻസ് കാണാം ആ ഒരു അവസരത്തിൽ. ബിക്കോസ് ഉഗ്രസേനനായിരുന്നു ആ സമയത്ത് അവിടെയുള്ള മഹാരാജാവും. പിന്നെ വേറൊരു കാര്യം കൂടെ ഉഗ്രസേനനെ കുറിച്ച് പറയുമ്പോൾ, മറ്റുള്ള ശാസ്ത്രങ്ങളിൽ വേറെ സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, അദ്ദേഹം മറ്റുള്ള ക്ഷത്രിയരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉഗ്രസേനൻ അദ്ദേഹത്തിന്റെ ആ ഒരു പവർ, ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി മറ്റുള്ളവരെക്കാളും ഒക്കെ കുറച്ച് ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാനുള്ള ആ ഒരു എന്താ പറയാ അതിന്റെ ഒരു അതായത് ക്ഷത്രിയർ എല്ലാവരും ഫേമസ് ആണ് യുദ്ധം ചെയ്യാൻ. ഉഗ്രസേനൻ ഫൈറ്റിങ്ങിന്റെ കാര്യത്തിൽ അത്ര ഫേമസ് ആയിരുന്നില്ല. എന്നാലും അദ്ദേഹത്തിനെയാണ് ഇത് അറിയാഞ്ഞിട്ടും, ഇതെല്ലാവർക്കും അറിയാം, അദ്ദേഹത്തെക്കാൾ കേമറായിട്ടുള്ളവരുണ്ട്. എന്നാലും രാജ്യം ഉഗ്രസേനനെ ഏൽപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു സീനിയോറിറ്റിയും പിന്നെ അദ്ദേഹം നല്ലൊരു ഭക്തനും കൂടിയാണ്. അതും കൂടെ ഒക്കെ നോക്കിയിട്ടാണ് അങ്ങനെയാണ് പിന്നെ അദ്ദേഹത്തിനെ ഏൽപ്പിക്കുന്നത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇപ്പോ പൗരുഷത്തിന്റെ കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ ഷിവൽറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കമ്പാരിസൺ ചെയ്യുമ്പോൾ ഉഗ്രസേനന്റെ പേര് അധികം കേൾക്കില്ല നമ്മള്. അങ്ങനെയാണ്, മറ്റുള്ളവരുടെ പേരുകളാണ് കൂടുതൽ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ശ്ലോകമുണ്ട്, ശിലറൂപ ഗോസ്വാമി അദ്ദേഹത്തിന്റെ പദ്യാവലിയിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. വേറെ ഒരു പദ്യാവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീല റൂപ ഗോസ്വാമിയുടെ ഒരു പുസ്തകമാണ്. അദ്ദേഹം ഒരുപാട് വരിഷ്ഠരായിട്ടുള്ള ഭക്തര് പല പല സമ്പ്രദായങ്ങളിലായിരിക്കും. പല സമ്പ്രദായങ്ങളിലെയും ഗൗഡീയ സമ്പ്രദായവും അതേപോലെ തന്നെ മറ്റുള്ള സമ്പ്രദായങ്ങളിൽ നിന്നുമുള്ള അതിമനോഹരമായിട്ടുള്ള ഒരുപാട് ശ്ലോകങ്ങൾ അദ്ദേഹം എന്നിട്ട് ഇതെല്ലാം കൂടെ കമ്പൈൽ ചെയ്തൊരു പുസ്തകമാക്കിയിട്ടുണ്ട്. അതിന്റെ പേരാണ് പദ്യാവലി എന്ന്. അവിടെ ഒരു ശ്ലോകമുണ്ട് പദ്യാവലിയിൽ ശിലറൂപ ഗോസ്വാമി കൊടുക്കുന്നുണ്ട്. ആ ശ്ലോകം മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. അവിടെ ഉഗ്രസേനനെ കുറിച്ച് ഉഗ്രസേനന്റെ പൗരുഷത്തെ കുറിച്ച് ഒരു കാര്യമുണ്ട്. അത് പെട്ടെന്ന് അത് ഓർമ്മ വന്നു ഇത് നമ്മൾ വായിക്കുന്ന സമയത്ത്. ഈ ശ്ലോകം നല്ല ശ്ലോകമാണ്. ഞാൻ ഇതിനു മുമ്പ് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. വ്യാദസ്യാചരണം ധ്രുവസ്യ ചവയോ വിദ്യാ ഗജേന്ദ്രസ്യ കാ കുബ്ജായാ കിമു നാമ രൂപമധികം കിം തത്സുധാംനോദനം വംശാകോ വിദുരസ്യ യാദവപദേ ഉഗ്രസ്യ കിം പൗരുഷം ഭക്ത്യാ തുഷ്യതി കേവലം ന ച ഗുണൈർ ഭക്തി പ്രിയോ മാധവ. മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. ഇവിടെ ഭക്തിയുത സേവനങ്ങളുടെ മഹാത്മ്യത്തെ കുറിച്ച് പറയുവാണ്. അതായത് ഭഗവാൻ കൃഷ്ണന്, മാധവന് ഭക്തി അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല ഭഗവാനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഭഗവാൻ ആകർഷിതനാവുന്നുണ്ടോ അത് ഭക്തിയിൽ മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ആളുകളുടെ രൂപമോ കഴിവോ അല്ലെങ്കിൽ അവരുടെ എന്താണ് പറയാ അവരുടെ തപസ്യോ ഇതൊന്നുമില്ല. ആ ഒരു കാര്യം ഇവിടെ പ്രകീർത്തിക്കുന്നു ഈ ഒരു ശ്ലോകത്തില്. ഭഗവാൻ ഭക്തി പ്രിയോ മാധവ, മാധവന്റെ പ്രിയപ്പെട്ട കാര്യം ഭക്തിയാണ്. ഭക്തിയുണ്ടോ ആരാണെന്നൊരു വിഷയമല്ല അവിടെ. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. വ്യാദസ്യാചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേട്ടക്കാരനായിരുന്ന വാൽമീകി മുനിക്ക് എന്ത് കഴിവാണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പൊസിഷൻ? വെറും ഒരു വേട്ടക്കാരനായിരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന് ശ്രീരാമചന്ദ്ര ഭഗവാനെ കിട്ടി. കാരണം എന്താണ്? അദ്ദേഹം ഭക്തനായിരുന്നു. അതേപോലെ വ്യാദസ്യാചരണം ധ്രുവസ്യ ചവയോ, ധ്രുവ മഹാരാജന് ഭഗവാൻ കൃഷ്ണനെ ലഭിക്കുന്നു അല്ലെ, ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്നു പൂർണ്ണമായിട്ടും.
എങ്ങനെ? ധ്രുവ മഹാരാജാവ് വെറും 5 വയസ്സുള്ള ബാലനായിരുന്നു. എന്നിട്ടും 5 വയസ്സിലെ അദ്ദേഹത്തിന് ഭഗവത് സാക്ഷാത്കാരം സാധ്യമാവുന്നു. കാരണം അദ്ദേഹത്തിന്റെ തീവ്രമായിട്ടുള്ള ഭക്തിയാണ് ഭഗവാനെ ആകർഷിപ്പിച്ചത്. അതേപോലെ വാൽമീകി മുനി വെറും ഒരു വേട്ടക്കാരനായിരുന്ന വ്യക്തി, അദ്ദേഹം വാൽമീകി ഋഷിയായി മാറി. അല്ലെ, ഭക്തിയുള്ളത് കൊണ്ട്. അതേപോലെ വിദ്യ ഗജേന്ദ്രസ്യക, ഗജേന്ദ്രൻ സ്കോളർ ആയിരുന്നു. ഗജേന്ദ്രൻ പണ്ഡിതനായിരുന്നു. ഗജേന്ദ്രൻ വിദ്യാഭ്യാസമുള്ള വ്യക്തിയായിരുന്നു. ഗജേന്ദ്രൻ വെറും ഒരു ആനയായിരുന്നു. ഗജേന്ദ്രനും ഭഗവാൻ കൃഷ്ണനെ കിട്ടുന്നു. എങ്ങനെയാണ്? എന്തുകൊണ്ട്? ഭക്തി കൊണ്ട്. ഈ ഉദാഹരണങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് പറയുവാണ്. പിന്നെ പറയുന്ന ഉദാഹരണം കുബ്ജയെ കുറിച്ച്. കുബ്ജയുടെ രൂപം, കുബ്ജയെ കാണാൻ ഭംഗിയുണ്ടായിരുന്നു. കുബ്ജ വളഞ്ഞ് കൂനുള്ള ഒരു സ്ത്രീയായിരുന്നു. പക്ഷെ കുബ്ജയുടെ ഹൃദയത്തിൽ ഭഗവാനോട് സ്നേഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുബ്ജയ്ക്ക് ഭഗവാനെ കിട്ടുന്നു. പിന്നെ പറയുന്നു സുദാമയ്ക്ക് ധനം ഉണ്ടായിരുന്നു. ധനമാണോ സുദാമയിൽ ഉണ്ടായിരുന്നത്? അല്ലെങ്കിൽ ധനം ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. എന്നാലും അദ്ദേഹത്തിനും ഭഗവാനെ ലഭിക്കുന്നു. കാരണം അദ്ദേഹം ഭഗവാന്റെ ഭക്തനായതുകൊണ്ട്. പിന്നീട് പറയുന്നു വിതുരനെ കുറിച്ച്. വംശ കോ വിതുരസ്യ യാദവപത്തെ ഉഗ്രസ്യ കിം പൗരുഷം. വിതുരനെ കുറിച്ച് പറഞ്ഞു. വിതുരനും നമുക്കറിയാം ശൂദ്രപുത്രനാണ്. മറ്റുള്ള ബ്രദേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ വിതുരന്റെ സ്ഥാനം പലവരും ഈവൻ ദുര്യോധനൻ പോലും മോശമായിട്ട് ചിത്രീകരിക്കാറുണ്ട്. നിങ്ങള് ക്വാളിഫൈഡ് അല്ല നമ്മുടെ കൂടെ നിൽക്കാൻ, വംശം പോരാ എന്ന് പറയും, ശൂദ്രനാണ് എന്നുള്ള ഒരു കാര്യമുണ്ട്. പക്ഷെ വിതുരൻ ശുദ്ധ ഭക്തനാണ്. അതുകൊണ്ട് ഭഗവാനെ അദ്ദേഹത്തിനും ലഭിക്കുന്നു. പിന്നെയാണ് പറയുന്നത് ഉഗ്രസേനെ കുറിച്ച്. ഉഗ്രസ്യ കിം പൗരുഷം. ഉഗ്രസേനന് അത്രയും പൗരുഷമുള്ള ഒരു യോദ്ധാവായിരുന്നോ? അദ്ദേഹം ആയിരുന്നില്ല. എന്നിട്ടും അദ്ദേഹത്തിന് ഭഗവാനെ കിട്ടുന്നു, ഭഗവാനെ ലഭിക്കുന്നു. കാരണം എന്താണ്? ഭക്തിയ തുഷ്യതി കേവലം നജഗുണേർ ഭക്തി പ്രിയോ മാധവ. മാധവൻ ഭക്തി അല്ലാതെ വേറൊന്നും നോക്കുന്നില്ല, വേറൊരു ഗുണങ്ങളും നോക്കുന്നില്ല. വേറൊരു ഗുണവും മാധവൻ നോക്കുന്നില്ല. അപ്പൊ അവിടെയും ഉഗ്രസേന്റെ പേര് പറയുന്നു. സോ അതാണ് ഈ ഒരു ശ്ലോകം ഉഗ്രസേനെ കുറിച്ച് വായിച്ചപ്പോൾ ഓർമ്മ വന്നത്, അതുകൊണ്ട് ഷെയർ ചെയ്തതാണ്. മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. പദ്യാവലിയിൽ നിന്ന് ശിലരൂപ ഗോസ്വാമി എഴുതിയിരിക്കുന്നത്. ഓക്കെ, ബലദേവൻ അടുത്തത് വായിക്കൂ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. ബലദേവൻ വസുദേവർക്ക് തന്റെ പത്നിയായ രോഹിണിയിൽ ജനിച്ച ദിവ്യപുത്രൻ. ബലദേവൻ രോഹിണി നന്ദനെന്നും അറിയപ്പെടുന്നു. കംസനുമായുള്ള പരസ്പര ധാരണയിൽ വസുദേവർ കാരാഗൃഹവാസത്തെ സ്വയം സ്ഥിരീകരിച്ചപ്പോൾ ബലരാമൻ മാതാവായ രോഹിണിയോടൊപ്പം നന്ദ മഹാരാജാവിന്റെ സംരക്ഷണത്തിലായിരുന്നു. ആകയാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെയും ബലദേവന്റെയും വളർത്തച്ഛനായിരുന്നു നന്ദമഹാരാജാവ്. ശ്രീകൃഷ്ണനും ബലരാമനും വൈമാത്രേയരായിരുന്നെങ്കിലും ഇരുവരുടെയും മാതാവ് വെവ്വേറെയായിരുന്നെങ്കിലും നന്നേ ബാല്യത്തിൽ തന്നെ അവർ സന്തത സഹചാരികളായിരുന്നു. ബലദേവൻ പരമദിവ്യോത്തമ പുരുഷന്റെ പൂർണ്ണാംശമാകയാൽ അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാനോളം തന്നെ ശക്തനായിരുന്നു. അദ്ദേഹം വിഷ്ണു തത്വത്തിൽ, അതായത് ഭഗവാന്റെ മൂലതത്വം ഉൾപ്പെടുന്നു. ദ്രൗപദിയുടെ സ്വയംവര ചടങ്ങിൽ അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാനോടൊപ്പം പങ്കുകൊണ്ടു. ശ്രീകൃഷ്ണന്റെ ആസൂത്രിതമായ പദ്ധതി മുഖാന്തരം അർജുനൻ സുഭദ്രയെ അപഹരിച്ചപ്പോൾ ബലദേവന് അർജുനനോട് ഉഗ്രകോപമുണ്ടാവുകയും തൽക്ഷണം അർജുനനെ വധിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്തു. തന്റെ പ്രിയ മിത്രത്തിനു വേണ്ടി ശ്രീകൃഷ്ണ ഭഗവാൻ ബലദേവന്റെ പാദങ്ങളിൽ നമസ്കരിക്കുകയും അപ്രകാരം രോഷാകുലനായ അദ്ദേഹത്തെ അനുനയിപ്പിക്കുകയും ചെയ്തു. ശ്രീ ബലദേവൻ അവണ്ണം സംതൃപ്തനാക്കപ്പെട്ടു. അതേപോലെ അദ്ദേഹം ഒരിക്കൽ കൗരവരോട് കോപാകുലനായി തീരുകയും അവരുടെ നഗരത്തെ മുഴുവൻ യമുനയുടെ ആഴങ്ങളിൽ വലിച്ചെറിയാൻ തുനിയുകയും ചെയ്തു. എന്നാൽ കൗരവർ അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് കീഴടങ്ങി അദ്ദേഹത്തെ സംപ്രീതനാക്കി. യഥാർത്ഥത്തിൽ ബലദേവൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജനനത്തിന് മുമ്പുള്ള ദേവകിയുടെ 7ാമത്തെ പുത്രനാകുന്നു. എന്നാൽ കംസന്റെ കോപത്തിൽ നിന്നും രക്ഷിക്കാനായി ഭഗവതേച്ഛയാൽ രോഹിണിയുടെ ഗർഭത്തിലേക്ക് ബലദേവൻ മാറ്റപ്പെട്ടിരുന്നു. ബലദേവന്റെ പൂർണ്ണാംശമായ അദ്ദേഹത്തിന്റെ മറ്റൊരു നാമധേയം സംഘർഷണൻ എന്നാകുന്നു. ശ്രീകൃഷ്ണ ഭഗവാനോളം തന്നെ അതിശക്തിമാനും ഭക്തർക്ക് ആത്മീയ ശക്തി പ്രദാനം ചെയ്യാൻ കഴിവുള്ളവനുമാകയാൽ അദ്ദേഹത്തെ ബലദേവൻ എന്ന് അഭിസംബോധന ചെയ്യുന്നു.
ബലദേവന്റെ പ്രീതിയില്ലാത്ത പക്ഷം ആർക്കും പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിലാക്കാൻ സാധ്യമല്ലെന്ന് വേദങ്ങളിൽ പോലും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ബല അർത്ഥമാക്കുന്നത് ആത്മീയ ശക്തിയാകുന്നു, അല്ലാതെ ശാരീരിക ശക്തിയല്ല. ആത്മജ്ഞാനികളായവർ ബലത്തെ ശരീരത്തിന്റെ ശക്തിയായി വ്യാഖ്യാനിക്കുന്നു. എന്നാൽ ശാരീരിക ശക്തിയാൽ ആർക്കും സാക്ഷാത്കാരം നേടാൻ സാധ്യമല്ല. ഭൗതിക ശരീരത്തോടൊപ്പം ഭൗതിക ശക്തി അഥവാ ശാരീരിക ശക്തി അവസാനിക്കുന്നു. അതേസമയം ആത്മീയ ശക്തി ആത്മാവിനെ അടുത്ത ദേഹാന്തര പ്രാപ്തിയിലും അനുഗമിക്കുന്നു. ആകയാൽ ബലദേവൻ പ്രാപ്തമാക്കിയ ശക്തി ഒരിക്കലും ക്ഷയിക്കുന്നില്ല. അതിൻ പ്രകാരം എല്ലാ ഭക്തരുടെയും യഥാർത്ഥ ആത്മീയ ഗുരു ബലദേവനാകുന്നു. ഹരേ കൃഷ്ണ. ഒരു പാരഗ്രാഫ് കൂടെ ഉണ്ട്. ഹരേ കൃഷ്ണ. സാന്ദീപനി മുനിയുടെ ആശ്രമത്തിൽ ശിഷ്യനായിരുന്ന കാലത്തും ശ്രീ ബലദേവൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ സുഹൃത്തുക്കളിൽ പ്രഥമ സ്ഥാനത്തായിരുന്നു. ബാല്യത്തിൽ അദ്ദേഹം ശ്രീകൃഷ്ണനോടൊപ്പം നിരവധി അസുരന്മാരെ വധിക്കുകയുണ്ടായി. വിശേഷിച്ചും താളവനത്തിൽ വെച്ച് അദ്ദേഹം ധേനുകാസുരനെ വധിച്ചു. കുരുക്ഷേത്ര യുദ്ധത്തിൽ അദ്ദേഹം നിഷ്പക്ഷനായി നിലകൊള്ളുകയും യുദ്ധം ഒഴിവാക്കാൻ തന്നാലാവിധം കിടഞ്ഞു പരിശ്രമിക്കുകയും ചെയ്തു. അദ്ദേഹം ദുര്യോധനനെ അനുകൂലിച്ചിരുന്നെങ്കിലും നിഷ്പക്ഷനായി നിലകൊണ്ടു. ദുര്യോധനനും ഭീമനും തമ്മിൽ ഗദായുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ അവിടെയും അദ്ദേഹം സന്നിഹിതനായിരുന്നു. ഭീമസേനൻ ദുര്യോധനനെ അരക്കെട്ടിനു താഴെ അല്ലെങ്കിൽ തുടയിൽ പ്രഹരിച്ചത് ബലദേവനെ പ്രകോപിതനാക്കിയെന്ന് മാത്രമല്ല, അദ്ദേഹം ഭീമസേനന്റെ നീതിപൂർവമല്ലാത്ത ഈ പ്രവൃത്തിക്ക് തിരിച്ചടി നടത്താൻ തുനിയുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ രോക്ഷത്തിൽ നിന്നും ഭീമസേനനെ ശ്രീകൃഷ്ണ ഭഗവാൻ രക്ഷിച്ചു. എന്നാൽ ഭീമസേനോടുള്ള അമർഷം വർദ്ധിക്കുകയാൽ അദ്ദേഹം ഉടൻ അവിടെ നിന്നും യാത്രയായി. ബലദേവൻ യാത്രയായ ഉടൻ ദുര്യോധനൻ മരണാസന്നനായി നിലമർത്തിച്ചു. അർജുനപുത്രനായ അഭിമന്യുവിന്റെ മരണാനന്തര കർമ്മം മാതൃസഹോദരനായ ബലദേവൻ നിർവഹിച്ചു. ദുഃഖാധിക്യത്താൽ പാണ്ഡവർക്കാർക്കും കർമാനുഷ്ഠാനങ്ങൾ ചെയ്യാൻ സാധിച്ചില്ല. ജീവിതത്തിന്റെ അന്ത്യവേളയിൽ അദ്ദേഹത്തിന്റെ വായിൽ നിന്നും ഒരു വെളുത്ത മഹാസർപ്പം പുറത്തു വരികയും ആ രൂപത്തിൽ തന്നെ ശേഷനാഗൻ അദ്ദേഹത്തെ വഹിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീ ബലരാമനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കൂടുതൽ എക്സ്പ്ലനേഷനിന്റെ ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. വിഷ്ണു തത്വമാണ് ബലരാമൻ. ഭഗവാൻ കൃഷ്ണന്റെ ആദ്യത്തെ വിസ്തരണമാണ്. ശ്രീ ബലരാമൻ രോഹിണി പുത്രൻ, രോഹിണി നന്ദൻ എന്നുള്ള പേരും അദ്ദേഹത്തിനുണ്ട്. പിന്നെ നമുക്കറിയാം ശ്രീകൃഷ്ണ ഭഗവാൻ വരുന്നേക്കാൾ മുമ്പ് ദേവകി റാണിയുടെ ഗർഭത്തിൽ ശ്രീ ബലരാമൻ വരുന്നു. പിന്നീട് അവിടെ നിന്ന് രോഹിണി ദേവിയുടെ ഗർഭത്തിലേക്ക് ബലരാമനെ ട്രാൻസ്ഫർ ആവുന്നു, അല്ലെ അദ്ദേഹം ട്രാൻസ്ഫർ ആവുന്നു. അത് നമുക്കറിയാം. അങ്ങനെ ഒരു കണക്ഷനോട് നമുക്കറിയാം. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ സുഭദ്രാദേവിയുടെയും അർജുനന്റെ വിവാഹത്തിൽ ബലരാമൻ അത്ര തൃപ്തി ഉണ്ടായിരുന്നില്ല. അർജുനനെ അദ്ദേഹം ആക്ച്വലി വധിക്കാൻ വേണ്ടി മുതിരുന്നു. പക്ഷെ കൃഷ്ണൻ ഇടപെട്ട് അത് സോൾവ് ചെയ്യുന്നു. അതേപോലെ തന്നെ നമുക്കറിയാം അദ്ദേഹം രണ്ടാമത്തെ പാരഗ്രാഫിൽ അദ്ദേഹം പറയുന്നു, ദുര്യോധനനും ഭീമസേനനും തമ്മിലുള്ള യുദ്ധത്തില് ഭീമസേനൻ ദുര്യോധനന്റെ തുടയിൽ അടിക്കുന്ന സമയത്ത് കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ചെയ്യുമ്പോൾ ബലരാമൻ അത് ഇഷ്ടപ്പെടില്ല. അദ്ദേഹം ഉടനെ ദേഷ്യം വരുന്നു. എന്നിട്ട് അവസാനം കൃഷ്ണൻ ഭീമസേനെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ അവസാനം ബലരാമൻ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. ബലരാമൻ പോകുന്നതോടുകൂടി ദുര്യോധനനും അവിടെ മരിക്കുന്നു. പിന്നെ ദുര്യോധനനെ എന്താ പറയാ, ഗദയുടെ ആ ഒരു യുദ്ധമൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് ബലരാമനാണ്. അപ്പൊ അങ്ങനെ ഒരു ടീച്ചർ സ്റ്റുഡന്റ് എന്ന് പറയുന്ന റിലേഷനും കൂടെ ഉണ്ട് അവർ തമ്മിൽ. അതുകൊണ്ട് പല അവസരങ്ങളിലും ചില അവസരങ്ങൾ നമ്മൾ കാണാം ദുര്യോധനനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ നമുക്ക് കാണാം എക്സ്റ്റേണലി. പക്ഷെ എങ്ങനെയാണെങ്കിലും ഭഗവാൻ കൃഷ്ണന്റെ തീരുമാനം അനുസരിച്ചിട്ട് കാര്യങ്ങൾ നടന്നിട്ടുള്ളൂ, അത് നമുക്കറിയാം, അല്ലെ. പിന്നെ വേറൊരു ലീലയും കൂടെ ഇവിടെ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ കൗരവരുടെ അവരുടെ രാജ്യം മുഴുവനും വെള്ളത്തിലേക്ക്, ഗംഗയിലേക്ക് വലിക്കാനുള്ള ശ്രമം നടത്തി. ആര്? ഇദ്ദേഹം ബലരാമൻ. അതൊരു ലീലയുടെ ഭാഗമാണ്. ആർക്കെങ്കിലും അത് പറയാൻ പറ്റുമോ? ആരായിരുന്നു
ആർക്ക് വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ ഏതൊരു അവസരത്തിലായിരുന്നു അദ്ദേഹത്തിന് ദേഷ്യം വന്നത് എന്നുള്ളത് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. ദുര്യോധനന്റെ പുത്രിനെ വിവാഹം കഴിച്ച കറക്റ്റ് അതന്നെയാണ്. പക്ഷെ അത് ആരാണ്? കൃഷ്ണന്റെ പുത്രന്റെ പേരെന്താണ്? കൃഷ്ണന്റെ പുത്രനാണ് ദുര്യോധനന്റെ പുത്രിയുടെ പേര് ആർക്കെല്ലാം ഓർമ്മയുണ്ടോ? ലക്ഷ്മണ. യെസ്, വെരി ഗുഡ്. യെസ്. സോ ആ ലീലയില് നമുക്കറിയാം കൃഷ്ണന്റെ മകനെ അദ്ദേഹം ലക്ഷ്മണനെ വിവാഹം കഴിക്കാൻ വേണ്ടി പോകുന്നു. പക്ഷേ നോർമലി ചെയ്യുന്ന മറ്റേ നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാൻ രുക്മിണി ദേവിയെ കൊണ്ടുവരാൻ വേണ്ടി നോക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആ സമയത്ത് അത് നടക്കില്ല. ഇവരെല്ലാവരും കൂടെ സാമ്പനെ പിടിക്കുന്നു, കെട്ടിയിടുന്നു. ആ സമയത്ത് രക്ഷിക്കാൻ വേണ്ടി ബലരാമൻ വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ബലരാമന്റെ ആ ആയുധം ഉപയോഗിച്ച് അദ്ദേഹം പൂർണ്ണമായിട്ടും ഹസ്തിനാപുരം മുഴുവനും വെള്ളത്തിലേക്ക് വലിക്കുന്നു. ആ സമയത്ത് അവരെല്ലാവരും വന്ന് കാലിൽ വീഴുന്നു. കാലിൽ വീണതിന് ശേഷം ബലരാമൻ പിന്നെ അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ലീലയും കൂടെയുണ്ട്. വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളിവിടെ ഓർക്കേണ്ടത്, ശിലപ്രഭാജി എടുത്ത് ഓർമ്മിപ്പിക്കുന്നു നമ്മളെ. ശ്രീ ബലദേവൻ അല്ലെങ്കിൽ ബലരാമൻ എന്ന് പറയുന്നത് ബലരാമൻ ബലം എന്നുള്ളത് അവിടെ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയുണ്ട്. ഇപ്പൊ എന്ത് ബലമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഫിസിക്കൽ ശക്തി മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും സ്പിരിച്വൽ ശക്തി, ആധ്യാത്മിക ശക്തി ബലരാമന്റെ കാരുണ്യം കൊണ്ടാണ്. അതുകൊണ്ടാണ് ശ്രീ ബലരാമനെ ആദിഗുരു എന്ന് വിളിക്കുന്നത്. അദ്ദേഹം ആദിഗുരുവാണ്. എല്ലാ ഗുരുതത്വം എല്ലാം വരുന്നത് ശ്രീ ബലരാമനിൽ നിന്നാണ്. കാര്യം ബലരാമനാണ് ഭഗവാന്റെ സേവകൻ. ഭഗവാനെ എല്ലാ രീതിയിലും സേവനം ചെയ്യുന്ന വ്യക്തിയാണ്, എല്ലാ ഭാവത്തിലും സേവനം ചെയ്യുന്ന വ്യക്തിയാണ് ശ്രീ ബലരാമൻ. ശാന്തരസത്തിലും ദാസ്യരസത്തിലും സഖ്യരസത്തിലും വാത്സല്യരസത്തിലും മാധുര്യരസത്തിലും ശ്രീ ബലരാമൻ കൃഷ്ണനെ സേവിക്കുന്നു. അപ്പോൾ ആ ഒരു പരമ്പരയിലാണ് ശ്രീ ഗുരു അല്ലെങ്കിൽ ഗുരുതത്വങ്ങൾ വരുന്നത്. കാര്യം ഗുരുതത്വം അല്ലെങ്കിൽ ഗുരുജനങ്ങളും ചെയ്യുന്ന എന്താണ്? ഭഗവത് സേവനമാണ്, അല്ലെ? ബലരാമനാണെങ്കിൽ എല്ലാ രീതിയിലും കൂടെ അദ്ദേഹത്തിനെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ അനുഗത്യയിലാണ് മറ്റുള്ള ഗുരുജനങ്ങളെല്ലാവരും വരുന്നത്. അതുകൊണ്ട് ബലരാമനെ ആദിഗുരുവായിട്ടാണ് പറയുന്നത്. ശ്രീ നിത്യാനന്ദ പ്രഭുവും ബലരാമനും അതുകൊണ്ട് എപ്പോഴും ആദിഗുരു എന്നുള്ള സ്ഥാനമാണ് അവർക്കുള്ളത്. അതും കൂടെ അത് ഓർക്കേണ്ട കാര്യമാണ്. പിന്നെ നമ്മുടെ സ്പിരിച്വൽ ശക്തി, നമ്മുടെ സ്പിരിച്വൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതുകൊണ്ട് ശ്രീ ബലരാമനെ കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. ബലരാമന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, ശ്രീ നിത്യാനന്ദ പ്രഭുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ആണ് ചൈതന്യ മഹാപ്രഭുവിന്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു കാര്യം കൂടെ ഓർക്കണം. ബലരാമൻ ഭഗവാന്റെ കൃഷ്ണന്റെ ആദ്യത്തെ വിസ്തരണം കൂടിയാണ്. ഒരുപാട് വലിയ സ്ഥാനം തന്നെയാണ്. ഭഗവാൻ കൃഷ്ണനും ബലരാമനും തമ്മില് വ്യത്യാസം അധികമില്ല. വ്യത്യാസം നിറത്തിലും ഭാവത്തിലും വ്യത്യാസമുണ്ട് എന്ന് മാത്രമാണ്. എന്നാലും അദ്ദേഹവും ഭഗവാൻ തന്നെയാണ്, ബലരാമനും ഭഗവാൻ തന്നെയാണ്. പരമദിവ്യത്വം പുരുഷൻ എന്ന് വിളിക്കാൻ പറ്റും. വിഷ്ണു തത്വങ്ങളെ എല്ലാവരെയും വിളിക്കാം, പ്രത്യേകിച്ചും ബലരാമനെ. കാര്യം ബലരാമൻ ആദ്യത്തെ വിസ്തരണമാണ്. സോ ഹീസ് വെരി മച്ച് ക്ലോസ് ടു കൃഷ്ണ. അതാണ്, അതായത് കൃഷ്ണനുമായിട്ട് ക്ലോസ് ആണെന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ ക്വാളിറ്റീസിലും എല്ലാം കമ്പാരിസൺ ചെയ്യുമ്പോൾ ബലരാമൻ ഈസ് വെരി ക്ലോസ് ടു കൃഷ്ണ. അതേപോലെ തന്നെ അദ്ദേഹത്തിനെ സേവക് ഭഗവാൻ എന്ന് വിളിക്കും. ഭഗവാനെ അതായത് എല്ലാ ഭാവത്തിലും എല്ലാ രീതിയിലും കൃഷ്ണനെ സേവിക്കുന്നു ബലരാമൻ. അതാണ് അദ്ദേഹത്തിന്റെ ഒരു ഭാവം. അതുകൊണ്ട് തന്നെ കൂടിയാണ് ഗുരുതത്വം എന്ന് വിളിക്കുന്നത്. ഗുരുവും അങ്ങനെയായിരിക്കും. ഗുരുവും ഭഗവാനെ സേവിക്കാൻ എല്ലാ രീതിയിലൂടെയും സേവിക്കുന്നു, പല രീതികളിലൂടെയും. അതായത് ആ സേവനാ മനോഭാവം വരുന്നത്, ആ സേവനാ മനോഭാവവും ഗുരുജനങ്ങൾക്കും അല്ലെങ്കിൽ ഗുരുതത്വങ്ങൾക്കും ഉള്ളത് എവിടെ നിന്ന് വരുന്നു? അതെല്ലാം ശ്രീ ബലരാമനിൽ നിന്നാണ് വരുന്നത്. അത് നമുക്ക് ഓർക്കാവുന്ന കാര്യമാണ്. അടുത്തത് വായിക്കൂ, പ്രദ്യുമ്നൻ. പ്രദ്യുമ്നൻ
വായിച്ചോട്ടെ പ്രഭു. ഹരേ വേറെ കൃഷ്ണ. എനിക്ക് തോന്നുന്നു പ്രദ്യുമ്നൻ. ആരെങ്കിലും ഒരാൾ വായിക്കും. നേരത്തെ പ്രദ്യുമ്നൻ കാമദേവന്റെ അവതാരം സനത്കുമാരന്റെ അവതാരമാണെന്ന് ചിലർ വിശ്വസിക്കുന്നു. കേൾക്കുന്നുണ്ട് പ്രഭു? കേൾക്കാം. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെയും ദ്വാരകയിലെ ഭഗവാന്റെ പ്രധാന രാജ്ഞിയായ ശ്രീമതി രുക്മിണിയുടെയും പുത്രൻ അർജുനൻ സുഭദ്രയെ വിവാഹം ചെയ്യുന്ന വേളയിൽ അദ്ദേഹത്തെ അനുമോദിക്കാൻ ചെന്നവരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ശാൽബനോട് യുദ്ധം ചെയ്ത മഹായോദ്ധാക്കളിൽ ഒരാളായിരുന്നുവെന്ന് മാത്രമല്ല, യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ അദ്ദേഹം അബോധാവസ്ഥയിലായിത്തീരുകയും യുദ്ധഭൂമിയിൽ കുഴഞ്ഞു വീണ അദ്ദേഹത്തെ തേരാളി യുദ്ധമുഖത്തു നിന്നും മാറ്റി ശിബിരത്തിൽ തിരിച്ചെത്തിക്കുകയും ചെയ്തു. സാരഥിയുടെ ഈ പ്രവൃത്തി അദ്ദേഹത്തിന് അതിയായ ദുഃഖമുളവാക്കിയെന്ന് മാത്രമല്ല, ഇപ്രകാരം പ്രവർത്തിച്ചതിൽ അദ്ദേഹം സാരഥിയെ കഠിനമായി ശാസിക്കുകയും ചെയ്തു. എങ്കിലും അദ്ദേഹം വീണ്ടും സാൽവനുമായി യുദ്ധം ചെയ്യുകയും വിജയിയായി തീരുകയും ചെയ്തു. വിവിധ ഉപദേവന്മാരെ കുറിച്ചെല്ലാം അദ്ദേഹം നാരദമുനിയിൽ നിന്നും ചോദിച്ചു മനസ്സിലാക്കി. ശ്രീകൃഷ്ണ ഭഗവാന്റെ 4 വിധത്തിലുള്ള പൂർണ്ണാധികാരങ്ങളുള്ള പൂർണ്ണാംശ വിസ്തരണങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. 3ാമത്തെ വിസ്തരണമാണ് പ്രദ്യുമ്നൻ. രാവണരുടെ മഹാത്മ്യങ്ങളെ കുറിച്ച് തന്റെ പിതാവായ ശ്രീകൃഷ്ണ ഭഗവാനോട് അദ്ദേഹം ആരാഞ്ഞു. ഋഷി വംശജർക്കു മധ്യേ നടന്ന ഭാതൃഹത്യായുദ്ധത്തിൽ അദ്ദേഹം കൃഷ്ണികുലത്തിലെ മറ്റൊരു രാജാവായ ഭോജരാജാവിനാൽ വധിക്കപ്പെട്ടു. മൃത്യുവിന് ശേഷം അദ്ദേഹം തന്റെ യഥാർത്ഥ പദവിയിൽ പ്രതിഷ്ഠാപനം ചെയ്യപ്പെട്ടു. ഹരേ കൃഷ്ണ പ്രഭുജി. ഓക്കെ, ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. പ്രദ്യുമ്നെ കുറിച്ച് പറയുന്നു. കാമദേവന്റെ അവതാരം വേറെ സ്ഥലങ്ങളിൽ സനത്കുമാരന്റെ എന്ന് പറയുന്നു. കൃഷ്ണന്റെയും രുക്മിണി ദേവിയുടെയും മകനായിട്ട് ജനിക്കുന്നു പ്രദ്യുമ്നൻ. ഇവിടുത്തെ ഭൗമലീലയിൽ കൃഷ്ണന്റെ ലീലയിൽ 5000 വർഷങ്ങൾ മുമ്പ് നടന്ന ലീലയിൽ പ്രദ്യുമ്നൻ രുക്മിണി ദേവിയുടെയും കൃഷ്ണന്റെയും മകനാണ്. പിന്നെ അദ്ദേഹം അർജുനന്റെയും സുഭദ്രാദേവിയുടെയും വിവാഹത്തില് സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ്. പിന്നീട് വേറൊരു കാര്യം കൂടെ പറയുന്നു. പ്രധാനപ്പെട്ട കാര്യം, പ്രദ്യുമ്നൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധ്യാത്മിക ലോകത്തില് നോക്കുവാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ഭഗവാന്റെ ആ വിസ്തരണമായിട്ടുള്ള ചതുർവ്യൂഹത്തിലെ ഒരു പ്രധാനപ്പെട്ട വിസ്തരണമാണ് പ്രദ്യുമ്നൻ. വാസുദേവൻ, സംഘർഷൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ. അതെ. അപ്പോൾ ഈ 3ാമത്തെ ചതുർവേദത്തിലെ 3ാമത്തെ വ്യക്തിയാണ് പ്രദ്യുമ്നൻ. അപ്പൊ അങ്ങനെ ഒരു പൊസിഷനും കൂടെ അദ്ദേഹത്തിനുണ്ട്. ഓക്കെ. അടുത്ത രണ്ട് വ്യക്തികളും പിന്നെ കഴിഞ്ഞു ഭാവാർത്ഥം. വായിക്കൂ. സുവർണപ്രഭ മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ചാരുദേഷ്ണൻ ശ്രീകൃഷ്ണ ഭഗവാന്റെയും രുക്മിണി ദേവിയുടെയും മറ്റൊരു പുത്രൻ. ദ്രൗപദിയുടെ സ്വയംവര വേളയിൽ അദ്ദേഹവും സന്നിഹിതനായിരുന്നു. തന്റെ പിതാവിനെയും സഹോദരനെയും പോലെ മഹായോദ്ധാവായിരുന്നു ചാരുദേഷ്ണൻ. അദ്ദേഹം വിവിനിധകനുമായി യുദ്ധത്തിലേർപ്പെടുകയും വിവിനിധകനെ വധിക്കുകയും ചെയ്തു. സാമ്പൻ യദുവംശത്തിലെ വീരയോദ്ധാക്കളിൽ ഒരാളും ശ്രീകൃഷ്ണ ഭഗവാന് ജാമ്പവതിയിലുണ്ടായ പുത്രനുമാണ് സാമ്പൻ. അദ്ദേഹത്തെ ധനുർവിദ്യ അഭ്യസിപ്പിച്ചത് അർജുനനായിരുന്നു. മഹാരാജാവ് യുധിഷ്ഠിരന്റെ ഭരണകാലത്ത് യുധിഷ്ഠിരന്റെ രാജസദസ്സിലെ അംഗമായിരുന്നു അദ്ദേഹം. യുധിഷ്ഠിരന്റെ രാജസ്വയജ്ഞത്തിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. പ്രഭാസയജ്ഞവേളയിൽ എല്ലാ വൃഷ്ണികളും ഒത്തുചേർന്നപ്പോൾ ബലരാമ സമക്ഷം സാമ്പന്റെ യശസ്കരമായ പ്രവൃത്തികളെക്കുറിച്ച് സാത്വികി വർണ്ണിച്ചു. യുധിഷ്ഠിരൻ അനുഷ്ഠിച്ച അശ്വമേധ യജ്ഞത്തിൽ അദ്ദേഹം തന്റെ പിതാവായ ശ്രീകൃഷ്ണ ഭഗവാനോടൊപ്പം പങ്കുകൊണ്ടു. ചില ഋഷിമാരുടെ സമക്ഷം തന്റെ സഹോദരന്മാരായി കപടവേഷം ധരിപ്പിക്കപ്പെട്ട അദ്ദേഹം പരിഹാസപൂർവ്വം താൻ പ്രസവിക്കുവാൻ പോകുന്നത് എന്താണെന്ന് ആരാഞ്ഞു. അദ്ദേഹം ഒരു ഇരുമ്പ് പിണ്ഡത്തെ പ്രസവിക്കുമെന്നും ആ ഇരുമ്പ് പിണ്ഡം യദുവംശത്തിന്റെ ഭ്രാതൃഹത്യാ യുദ്ധത്തിന് ഹേതുവാകുമെന്നും ഋഷികൾ പ്രതിവച്ചു. അടുത്ത ദിവസം പ്രഭാതത്തിൽ സാമ്പൻ ഒരു വലിയ ഇരുമ്പ് പിണ്ഡം പ്രസവിക്കുകയും ഉചിത നടപടിക്കായി ആ ഇരുമ്പ് പിണ്ഡത്തെ ഉഗ്രസേനനെ ഏൽപ്പിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ പിന്നീട് പ്രവചനപ്രകാരമുള്ള ഭ്രാതൃഹത്യയ്ക്ക് ഹേതുവാകുന്ന യുദ്ധമുണ്ടാവുകയും സാമ്പൻ ആ യുദ്ധത്തിൽ വധിക്കപ്പെടുകയും ചെയ്തു. ആയതിനാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ എല്ലാ പുത്രന്മാരും അവരുടെ കൊട്ടാരങ്ങളും ശയനവും വിശ്രമവും ഭോജനവും ഉൾപ്പെടെയുള്ള എല്ലാ പ്രവൃത്തികളും ഉപേക്ഷിച്ച് അവരുടെ ശ്രേഷ്ഠ പിതാവിന്റെ അടുക്കലേക്ക് ഓടിയെത്തി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ചാരുദേഷ്ണനെ കുറിച്ചും സാമ്പനെ കുറിച്ചുമാണ് ഇവിടെ പറയുന്നത്.
അപ്പോൾ ചാരുദേഷ്ണ രുക്മിണി ദേവിയുടെയും ഭഗവാൻ കൃഷ്ണന്റെയും മകനാണ്. സാമ്പൻ ജാമ്പവതിയുടെയും കൃഷ്ണന്റെയും മകനാണ്. സാമ്പനെ കുറിച്ച് നമ്മൾ കൂടുതൽ കേട്ടിട്ടുണ്ടാവും, ചാരുദേഷ്ണയെ കുറിച്ച് അധികം കേട്ടിട്ടില്ല. എന്നാൽ ഇവിടെ പറയുന്നത് ദ്രൗപദി ദേവിയുടെ സ്വയംവരത്തിൽ അദ്ദേഹവും പങ്കെടുത്തിരുന്നു, അദ്ദേഹം ഉണ്ടായിരുന്നു ആ സമയത്ത് എന്ന്. സാമ്പനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അദ്ദേഹം കൃഷ്ണന്റെ തിരോഭാവ ലീലയില് അതിന്റെ ഒരു തുടക്കമായിട്ട് അദ്ദേഹം അവിടെ അഭിനയിച്ചു, ഋഷികളുടെ മുമ്പിൽ അഭിനയിച്ചു, ഗർഭിണിയാണെന്ന് കാണിച്ചുകൊണ്ട് അഭിനയിക്കുന്നു. അങ്ങനെ അവരുടെ ശാപം മൂലം അദ്ദേഹം ഒരു ഇരുമ്പ് കഷ്ണം പ്രസവിക്കുന്നു. പിന്നീട് ഉഗ്രസേനന്റെ ഒരു നിർദ്ദേശപ്രകാരം പിന്നീട് അതെല്ലാം പൊടിച്ച് വെള്ളത്തിലേക്ക് കടലിലേക്ക് എറിയുന്നു. പിന്നീടാണ് അതിനുശേഷം ഒരു വേട്ടക്കാരൻ അത് കിട്ടുന്നു. അങ്ങനെ അദ്ദേഹം അതൊരു ആയുധമായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഭഗവാന്റെ തിരോഭാവത്തിന് കാരണമായി അത് വരുന്നു. ഇതെല്ലാം ലീലയുടെ ഭാഗമാണ്. ഇതൊക്കെ ചെറിയൊരു കാര്യങ്ങളാണ് അല്ലെ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. പരമദൈവത്വ പുരുഷൻ കൃഷ്ണൻ, അദ്ദേഹത്തിന് തിരോഭാവം നടക്കുന്നത് കാലിൽ ഒരു അമ്പ് കൊണ്ടിട്ട് സംഭവിക്കുമോ? ആക്ച്വലി ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹത്തിന്റെ പാസ്റ്റ് ടൈം വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായപ്പോൾ അതിന് വേണ്ടതായിട്ടുള്ള ഏതെങ്കിലും ഒരു ലീലയിലൂടെയാണ് അദ്ദേഹം അത് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യമാണ് സെലക്ട് ചെയ്തത് അദ്ദേഹം, അത്രയേ ഉള്ളൂ. സോ അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ അതില് കൂടുതൽ എങ്ങനെ സംഭവിച്ചു കാര്യം, കൃഷ്ണന്റെ ശരീരം ആധ്യാത്മിക ശരീരമാണ് അല്ലെ? ജന്മകർമ്മചമേ ദിവ്യം ഏവം യോവേതി തത്വതഃ. കൃഷ്ണന്റെ ശരീരം നമ്മളെ പോലെ ഭൗതിക ശരീരമല്ല, ആധ്യാത്മിക ശരീരമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആവിർഭാവം തിരോഭാവം അദ്ദേഹത്തിന്റെ ഇച്ഛപ്രകാരം, അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരമാണ് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഈ ഒരു ലീലയിലെ ഇതെല്ലാം ഒരു ഭാഗമായി മാറി എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. അതാണ് സാമ്പനെ കുറിച്ച്. അപ്പോൾ അവസാനം ശിലപ്രഭാജി പറയുന്നു, കണക്ടിങ് ഇവരെല്ലാവരെയും കുറിച്ച് പറഞ്ഞിട്ട് ശിലപ്രഭാത് പറയുന്നു, ഇവരെല്ലാവരും തന്നെ വസുദേവരും, അക്രൂരർ, ഉഗ്രസേനൻ, ബലരാമൻ, പ്രദ്യുമ്നൻ, ചാരുദേഷ്ണ, സാമ്പ, ഇവരെല്ലാവരും തന്നെ അവരിയ്ക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് ഓടുകയാണ് ചെയ്യുന്നത് ഭഗവാൻ കൃഷ്ണനെ കാണാൻ വേണ്ടി. കൃഷ്ണനെ കണ്ടിട്ട് കുറെ കാലങ്ങളായി. കൃഷ്ണന്റെ ആ ഒരു വരവിൽ ഇവരെല്ലാവരും സന്തോഷിച്ച് അദ്ദേഹത്തെ കാണാൻ വേണ്ടി അവിടെ നിന്ന് പോകുന്നു. ഈ ഒരു കാര്യമാണ് ശ്ലോകത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 2 ശ്ലോകങ്ങളെ ഇന്ന് നോക്കാൻ പറ്റിയുള്ളൂ. കാര്യം ഭാവാർത്ഥം വലിയതായതുകൊണ്ട് ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സുകളിൽ ബാക്കി നോക്കാം. ഓക്കെ, ശ്രീമദ് ഭാഗവതം കി ജയ്. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ്. ജഗദ്ഗുരു ശില പ്രഭുപാദ് കി ജയ്. വാഞ്ചകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. ശില പ്രഭുപാദ്. താങ്ക് യു. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു.